Hi friends, welcome to my YouTube channel H Media. Max Beginner to Advanced ട്യൂട്ടോറിയൽസിൻ്റെ 53rd ലെസനാണിത്. ഈ ഒരു ലെസണിലൂടെ ഡെപ്ത് ഓഫ് ഫീൽഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഡെപ്ത് ഓഫ് ഫീൽഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായി ഞാൻ ഈ ഒരു സീനാണ് യൂസ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് യൂസ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്കൊരു പ്രൊഡക്റ്റിനെയോ ഒരു സീനിലെ ഒരു ഡീറ്റെയിലിനെയോ നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു നല്ല റിസൾട്ട് ഈ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഏരിയയിലാണ് ഞാൻ ഡെപ്ത് ഓഫ് ഫീൽഡ് യൂസ് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്യാൻ പോകുന്നത്. ഡെപ്ത് ഓഫ് ഫീൽഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഏത് ഒബ്ജക്റ്റിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിനെയാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് ഈ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് വേണ്ട രീതിയിലൊരു വ്യൂ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ക്യാമറ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇതുപോലെയാണ് ഈ ഒരു വ്യൂ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിനി Ctrl+C പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിതിലേക്ക് ഒരു ക്യാമറയെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു ക്യാമറ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് റെൻഡർ സെറ്റപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ സൈസ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഔട്ട്പുട്ട് സൈസിൽ കസ്റ്റം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഇമേജ് ആസ്പെക്ട് 1 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഒരു വ്യൂ ഇവിടെ ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ക്യാമറ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഈ ഒരു വിഡ്ത്ത്, ഫോക്കൽ ലെങ്ത് തുടങ്ങിയ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ലെവലിലാണ് ഇതിൻ്റെ വിഡ്ത്ത് ആൻഡ് ഫോക്കൽ ലെങ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കിവിടെ ഈ ഒരു ഫോക്കസ് എന്ന ഈ ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. നമുക്കിവിടെ യൂസ് ടാർഗറ്റ് ഡിസ്റ്റൻസ് എന്ന ഈ ഒരു ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു ക്യാമറ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ടോപ്പ് വ്യൂയിലേക്ക് വരാം. ടോപ്പ് വ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാമറയുടെ സെലക്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ക്യാമറയാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ക്യാമറയുടെ സെറ്റിങ്സിൽ ഫോക്കസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ യൂസ് ടാർഗറ്റ് ഡിസ്റ്റൻസ് എന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ക്യാമറയുടെ ടാർഗറ്റ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെയാണ് നമ്മളുടെ ഈ ഒരു ഫോക്കസ് വരിക. ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കറക്റ്റായി ഫോക്കസ് ചെയ്യുന്നതിനായി ഇവിടെ നിന്ന് ഈ ഒരു ടാർഗറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയോ അതിന് പകരം കസ്റ്റം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോക്കസ് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ സെൻട്രലായിട്ടാണ് ഇതിൻ്റെ ഫോക്കസ് ഡിസ്റ്റൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഫോക്കസ് ഡിസ്റ്റൻസ് എവിടേക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഫോക്കസ് ഡിസ്റ്റൻസ് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ നമുക്കൊരു ഡെപ്ത് ഓഫ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് തന്നെ ഇതിൻ്റെ ഫോക്കസ് ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാം. അടുത്തതായി നമുക്ക് ഈ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് എനേബിൾ ചെയ്യുന്നതിനായി നമുക്കിവിടെ ഈ ഒരു എനേബിൾ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനേബിൾ ചെയ്യാം. നമ്മൾ ഈ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോക്കസിൽ നമുക്കിവിടെ ഈ ഒരു 3 ലൈൻസ് കാണാവുന്നതാണ്. നമുക്കിത് അപ്പറേച്ചർ F നമ്പർ യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു അപ്പറേച്ചറിൽ വാല്യൂ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് ആണ് ലഭിക്കുക. നമ്മളിവിടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനനുസരിച്ച് ഡീപ്പർ ആയിട്ടുള്ള ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് ലഭിക്കുന്നതാണ്. അതിലൂടെ നമുക്ക് കൂടുതൽ ഏരിയ ഫോക്കസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഇത്രയും ഏരിയ നമുക്ക് ഈ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡിൽ കവർ ആവുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് വേണ്ട രീതിയിൽ ഇതിൻ്റെ അപ്പറേച്ചർ സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ 1.8, 2.8, 4, 6, 8, 16 തുടങ്ങിയ രീതിയിൽ നമുക്കിതിൻ്റെ F നമ്പർ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു 2.8 ആണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു F നമ്പർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിതിലേക്ക് എക്സ്പോഷർ കറക്റ്റായി സെറ്റ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു എക്സ്പോഷർ എന്ന ഈ ഒരു ടാബിലേക്ക് വരാം. ഇവിടെ നമ്മൾ മാനുവലിന് പകരം നമുക്ക് ടാർഗറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു എക്സ്പോഷറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ എക്സ്പോഷർ വാല്യൂ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വാല്യൂവിനനുസരിച്ച് നമുക്ക് എക്സ്പോഷർ സെറ്റ് ആവുകയും അതിനുശേഷം നമ്മൾ ഈ ഒരു F നമ്പർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പോഷർ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുകയും ചെയ്യുന്നതാണ്. ഇതിലൂടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് F നമ്പർ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ ഒരു എക്സ്പോഷർ വാല്യൂ ഇവിടെ ഒരു 11 ആണ് സെറ്റ് ചെയ്യുന്നത്.
ഇനി നമുക്ക് ഇൻട്രാക്റ്റീവ് റെൻഡറിങ്ങിലൂടെ ഇത് ചെക്ക് ചെയ്യാം. നമ്മളിവിടെ ഈ ഒരു എഫ് നമ്പർ 2.8 ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഇൻട്രാക്റ്റീവ് റെൻഡറിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്ത ഈ ഒരു ഒബ്ജക്റ്റ് ഒഴികെ ബാക്കിയുള്ള ഭാഗം ഔട്ട് ഓഫ് ഫോക്കസ് ആയതായി ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. നമുക്കിതുപോലെ ഏത് ഒബ്ജക്റ്റിനെ വേണമെങ്കിലും ഫോക്കസ് സെറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഡെപ്ത് ഓഫ് ഫീൽഡ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു അപ്പറേച്ചർ എഫ് നമ്പറിൽ കുറഞ്ഞ വാല്യൂ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡീപ്പർ ഡെപ്ത് ഓഫ് ഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു അപ്പറേച്ചർ എഫ് നമ്പർ ഇവിടെ ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതുപോലെ ഒരു റിസൾട്ട് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ക്യാമറ ലോക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ക്യാമറ ലോക്ക് ചെയ്യുന്നതിനായി ഈ ഒരു റെൻഡർ സെറ്റപ്പ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ക്യാമറയെ നമുക്കിവിടെ ലോക്ക് ചെയ്യാവുന്നതാണ്. ഇത് ലോക്ക് ചെയ്യുന്നതിലൂടെ ഇൻട്രാക്റ്റീവ് റെൻഡറിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മറ്റുള്ള വ്യൂസ് യൂസ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ക്യാമറ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഇൻട്രാക്റ്റീവ് റെൻഡറിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വ്യൂ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ക്യാമറയെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ ഒരു എഫ് നമ്പർ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഡീപ്പർ അപ്പറേച്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ ഒരു 16 എന്ന ഒരു വാല്യൂ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു എക്സ്പോഷർ ഇവിടെ മാനുവലായി സെറ്റ് ചെയ്യാതെ ടാർഗറ്റിൽ നമ്മൾ ഈ ഒരു എക്സ്പോഷർ വാല്യൂ സെറ്റ് ചെയ്ത കാരണം നമുക്കിവിടെ ഈ ഒരു എഫ് നമ്പർ നമ്മൾ ഇതുപോലെ ഇൻക്രീസ് ചെയ്യുമ്പോഴും റെഡ്യൂസ് ചെയ്യുമ്പോഴും ഈ ഒരു സീനിൻ്റെ എക്സ്പോഷർ ഇവിടെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നതായി നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ഡീപ്പർ ആയിട്ടുള്ള ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് ക്രിയേറ്റ് ആയതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫോക്കസ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ ഔട്ട് ഓഫ് ഫോക്കസ് ആയി സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു അപ്പറേച്ചറിൽ ലോവർ വാല്യൂ തന്നെ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഈ ഒരു ഫോക്കസ് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ ഔട്ട് ഓഫ് ഫോക്കസ് ആയി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഈ ഒരു ക്യാമറയുടെ ആംഗിൾ ചെറുതായി അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു ക്യാമറയുടെ ഫോക്കസ് ഇവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഇൻട്രാക്റ്റീവ് റെൻഡറിങ്ങിലൂടെ നമുക്കിതിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ഇൻട്രാക്റ്റീവ് റെൻഡറിങ്ങിലൂടെ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫോക്കസ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ആംഗിൾ ചേഞ്ച് ചെയ്തുകൊണ്ട് ഒന്ന് റെൻഡർ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ ഒരു 2.4 സെറ്റ് ചെയ്യാം. ഇതുപോലെ ഡെപ്ത് ഓഫ് ഫീൽഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് നല്ലൊരു റെൻഡർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.